ഇന്ത്യയുടെ പ്രധാനമന്ത്രി, കരുത്തനായ പ്രധാനമന്ത്രിയാണ് മോദി. അതായത് വളരെ വർഷങ്ങൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി മൂന്നാമത്തെ പ്രാവശ്യം അധികാരത്തിൽ വരുന്നു. അത് പോസ്റ്റ് പോൾ ഉണ്ട്, പ്രീ പോൾ ഉണ്ട്. പ്രീ പോൾ അറേഞ്ച്മെൻറ്റിൽ തന്നെയാണ് മൂന്നാമത്തെ പ്രാവശ്യം അധികാരത്തിൽ വരുന്നത്. ഉറപ്പായിട്ടും BJPക്ക് ഒറ്റയ്ക്ക് സപ്പോർട്ട് കിട്ടിയില്ല. ഘടകകക്ഷികളുടെ സപ്പോർട്ടോടുകൂടിയാണ് BJP മോദി മൂന്നാം സമയത്ത് അധികാരത്തിൽ വരുന്നത്. പക്ഷെ മൂന്നാം പ്രാവശ്യം അദ്ദേഹം അധികാരത്തിൽ വരുമ്പോൾ മോദി നേരിട്ട ഏറ്റവും വലിയ പരീക്ഷണം എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂറായിരുന്നു. ബാലാക്കോട്ടല്ല, ഓപ്പറേഷൻ സിന്ദൂറായിരുന്നു. അത് വലിയൊരു ടെസ്റ്റ്, ആസിഡ് ടെസ്റ്റ് തന്നെയായിരുന്നു ഇന്ത്യക്ക്. എന്താ യഥാർത്ഥത്തിലുണ്ടായെന്നുള്ള സംഭവം എല്ലാവർക്കും അറിയാം. കാരണം അത് പുറത്ത് പറയാൻ, ഒരു ഇന്ത്യക്കാരൻ നിലയ്ക്ക് അത് പല ആൾക്കാർക്ക് പുറത്ത് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എല്ലാവർക്കും അറിയാം എന്താണ് സംഭവിച്ചത്, ആർക്കാണ് അടി കിട്ടിയത്, എങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ തുഴഞ്ഞു കയറി മുന്നോട്ട് പോയത്. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടിടത്തോളം മോദിയുടെ ബോഡി ലാംഗ്വേജ്, അദ്ദേഹത്തിൻ്റെ ഇൻ്റർനാഷണൽ കരിഷ്മ, ഒരു വലിയ പേഴ്സണാലിറ്റിയാണ് മോദി. അതായത് ഗ്ലോബലായിട്ടൊരു ഗ്ലോബൽ ലീഡറായിട്ട് അങ്ങ് കയറി വന്നു. പക്ഷെ മൂന്നാമത്തെ ടൈം ഈ സംഭവത്തിന് ശേഷം ഈ ഗ്രാഫ് താഴെ 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 ഗ്ലോബലി, ഇൻ്റർനാഷണലി ആ ഗ്രാഫ് താഴോട്ടങ്ങ് പോയി. അത് ഇന്ത്യയുടെ എക്കോണമിയും ബാധിച്ചു, ശരിക്കും ബാധിച്ചു. അതുകൊണ്ടാണ് ഈ കടന്ന 4ാം സ്ഥാനത്ത് നിന്ന ഗ്ലോബൽ GDP അതിപ്പോൾ 6ാം സ്ഥാനത്ത് കയറി വന്നത്. അതിൻ്റെ കാര്യമൊക്കെ തന്നെയാണ്. എവിടെയാണ് മോദിക്ക് ഈ ഓവർ കോൺഫിഡൻസ് ഇത്രമാത്രം കയ്യിൽ നിന്നും പോയത്? ഓവർ കോൺഫിഡൻസ് ആണ്. മനസ്സിലാക്കുക, പാർലമെന്റിൽ ഉണ്ടായത് മോദിക്ക് കിട്ടിയ ഏറ്റവും വലിയ അടിയാണ്. ഒരു തോറ്റ മോദിയായി പോയി. ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഈ പറയുന്ന 2023 ആ സംഭവം കൊണ്ടുവന്ന് അത് ലാപ്സ് ആക്കി കളഞ്ഞു. അതങ്ങ് മുന്നോട്ടങ്ങ് പോയാൽ മതിയായിരുന്നു. എന്തിനാണ് ഡീലിമിറ്റേഷൻ കൊണ്ടുവന്ന് മോദിയെ ട്രാപ്പ് ചെയ്തതാണത്, ഈ പാർട്ടിക്കാരെല്ലാം കൂടെ ചേർന്നുകൊണ്ട്. ഡീലിമിറ്റേഷൻ ഇതുമായിട്ട് ക്ലബ് ചെയ്തതാണ് മോദിക്ക് കിട്ടിയ ഏറ്റവും വലിയ അടി. ഈ വുമൻസ് ബില്ല് 2023 പാസ്സാക്കിയപ്പോൾ തന്നെ ഈ BJPക്കകത്തും കോൺഗ്രസിനകത്തും വലിയ പ്രശ്നമായി. കാരണം ഇവർക്കൊക്കെ, ഞാൻ നേരത്തെ ആ വീഡിയോ പറഞ്ഞു, ഇവർക്കൊക്കെ പിന്നെ മത്സരിക്കാൻ സാധിക്കത്തില്ല. ഈ 33% ഇന്ത്യൻ മെൻറ്റാലിറ്റി, ആണുങ്ങളുടെ മെൻറ്റാലിറ്റിയിൽ അവർ സ്ത്രീകളെ ഒന്നും അംഗീകരിച്ചു കൊടുക്കത്തൊന്നുമില്ല. പൊളിറ്റിക്കൽ പവർ ഇല്ലാതാകുന്നു പുരുഷന്മാർ, വലിയ ഇഷ്യൂ തന്നെയാണ്. അത് ഏറ്റവും കൂടുതലുള്ള BJPക്കകത്താണ്. അതിനെ എങ്ങനെ ഓവർകം ചെയ്യും, അതിനു വേണ്ടിയാണ് ഡീലിമിറ്റേഷൻ സംഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. പിന്നെ BJPയുടെ ആഗ്രഹം ഒരു കാരണവശാലും പവറിൽ നിന്നും പോകരുത്. അതിനുവേണ്ടി ഡീലിമിറ്റേഷൻ്റെ അകത്ത് ആലോചിച്ച് നോക്കുക. UP 120 സീറ്റ് അങ്ങ് കൂടുന്നു. സൗത്ത് ഇന്ത്യയിൽ ഇതിൻ്റെ ക്രമങ്ങൾ, ഇതിനെപ്പറ്റി ഒന്നും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇല്ല. ഒന്നും എഴുതിയിട്ടും പറഞ്ഞിട്ടൊന്നുമില്ല. ഇതെല്ലാം പറച്ചില് മാത്രമേ ഉള്ളൂ. അതാണ് ഇത് പ്രോപ്പറായിട്ട് ചെയ്തില്ല. എന്തൊക്കെയോ കാരണങ്ങളും എന്തൊക്കെയോ മറയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്ന സംഭവം. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ പാർലമെന്റിൽ തോറ്റ ശേഷം പ്രധാന കോൺസ്റ്റിറ്റ്യൂഷൻ ബില്ലാണ്. അദ്ദേഹത്തെ ഈ പറയുന്ന ഗ്ലോബലായിട്ട് പോലും ഇനിയും പഴയ രീതിയിൽ അംഗീകരിക്കത്തില്ല. കാരണം ഇത് തോറ്റു, കാരണം പാർലമെന്റിൽ തോറ്റു. ഒരാവശ്യവുമില്ലാതെ കൊണ്ടുവന്ന ബില്ല്, വുമൻസ് റിസർവേഷൻ കൊണ്ടുവരണം, അത് ഈസി ആയിട്ട് പാസ്സായി പോയേനെ. അതായത് തോറ്റ മോദിയുടെ പിക്ചർ എന്ന് പറയുന്നത് ഇന്ത്യക്ക് അപമാനമാണ്. ബേസിക്കലി ഡൊമസ്റ്റിക്കലി ഒരു ലീഡർ ഡൊമസ്റ്റിക്കായിട്ട് സ്വന്തം നാട്ടിൽ ശക്തി തെളിയിച്ചാൽ മാത്രമേ ഇന്റർനാഷണലി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതാണ് അതിൻ്റെ കാര്യം. ഇന്ത്യയിൽ തോറ്റുപോയി, ഇന്ത്യൻ പാർലമെന്റിൽ തോറ്റുപോയി. ഇന്ത്യൻ പാർലമെന്റിന്റെ പുതിയ ബിൽഡിംഗ് ആരാ കൊണ്ടുവന്ന്? ഈ പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി ഇരുന്നപ്പോഴാണ് കൊണ്ടുവന്ന്. അപ്പം ഇന്ത്യൻ പാർലമെന്റിന്റെ പുതിയ ബിൽഡിംഗ് കൊണ്ടുവന്നതിൻ്റെ അത് കാര്യങ്ങളുണ്ട്. കാരണം അവിടെ പല ആൾക്കാരും ജ്യോതിഷം അറിയുന്നവരൊക്കെ പല രീതിയിൽ പല കഥകളൊക്കെ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അതായത് കോൺഗ്രസിന് മാത്രമേ ഭരിക്കാൻ പറ്റത്തുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട്. അതിൻ്റെ പേരിൽ പുതിയ പാർലമെന്റ് ബിൽഡിംഗ് കൊണ്ടുവരണം. സൗത്ത് ബ്ലോക്ക്, നോർത്ത് ബ്ലോക്ക് അതൊക്കെ എടുത്ത് മാറ്റി. ഒക്കെ നല്ലതാണ്. കൂടുതൽ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അതിന് പഴയ പോലെയല്ല.
ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം വികസിച്ചു, കർത്തവ്യപദവും സത്യപദവും അതൊക്കെ കൊണ്ടുവന്നു, അതെല്ലാം സംഭവിച്ചു. പക്ഷേ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. മോദിയുടെ പൊളിറ്റിക്കൽ ലൈഫിന് കിട്ടിയ ഏറ്റവും വലിയ സെറ്റ് ബാക്കാണ് ഈ സംഭവം. ഇന്ന് രാത്രി 8:30 മോദി ഇന്ത്യയോട് അഭിസംബോധന ചെയ്യാൻ പോവുകയാണ്. ചിലപ്പോൾ അദ്ദേഹം രാജിവെക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ കടുത്ത തീരുമാനം വല്ലതും എടുക്കും. കാരണം ഇന്നലെ വരെ ഉണ്ടായിരുന്ന മോദിയല്ല ഇന്നുള്ള മോദി. ആ ബില്ല് ഡിഫീറ്റഡ് ആയ ശേഷം, കാരണം പിക്ചർ മാറി. ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് ഒരു തോറ്റ പ്രധാനമന്ത്രി, അത് വലിയ സംഭവമാണ്. ആവശ്യമില്ലാത്ത കാര്യം കൊണ്ടുവന്ന് തോറ്റു. ഓവർ കോൺഫിഡൻസിനെ പറ്റി പറഞ്ഞ് ഈ പറയുന്ന അമിത്ഷായും മറ്റുള്ളവർക്കും ഉദ്ദേശിച്ചത് പ്രതിപക്ഷത്തിനകത്ത് ശരിക്കും വിള്ളലുണ്ടാക്കാൻ സാധിക്കും. അതിനകത്തെ പല ആൾക്കാരും ഈ പറയുന്ന മോദിയെ സപ്പോർട്ട് ചെയ്യും. ഇതൊക്കെ ഇവരുടെ ധാരണയായിരുന്നു. പല കേസുകൾ വരുന്നു, അത് നിങ്ങൾക്കറിയാം, ED കേസ്, CBI കേസ്, പ്രത്യേകിച്ച് പ്രതിപക്ഷങ്ങൾക്ക്, നേതാക്കന്മാർക്കും അവരുടെ പാർട്ടിക്കകത്തും അവരുടെ ബന്ധുക്കൾക്കെതിരെ, അവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്കെതിരെയൊക്കെ ഉണ്ടാവുന്നു. പിന്നെ അത് കോംപ്രമൈസ് മോഡിൽ പോയിട്ട് നിർത്താൻ ശ്രമിക്കുന്നു. FCRA എന്ന് പറഞ്ഞാൽ അതേപോലെ കത്തോലിക്ക സഭയെ പൂട്ടാൻ വേണ്ടി നിർബന്ധിച്ച് കൊണ്ടുവന്നൊരു സാധനമായിരുന്നു. പക്ഷെ അത് പാളിപ്പോയി. അതായത് മോദി ഗവൺമെൻറ്റിൻ്റെ 3ാമത്തെ ടേമിൽ മുഴുവനും പാളുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിങ്ങോട്ട് നോക്കുക, നമ്മുടെ ഗ്ലോബൽ എക്കോണമി, അതായത് നമ്മൾ അവിടെ പാളി, നമ്മൾ കീഴോട്ട് പോയി. ഇന്ത്യയുടെ ഗ്ലോബൽ ഡിപ്ലോമസി നമ്മളെക്കാളും മെച്ചമായ രീതിയിൽ പാകിസ്ഥാൻ നിലമെച്ചപ്പെടുത്തി. ഗ്ലോബലായിട്ട് ഇറാനുമായിട്ടും അമേരിക്കയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്ന പാകിസ്ഥാനാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് പോയേക്കുന്ന പാകിസ്ഥാനിൽ. ഗ്ലോബൽ ഐക്കോണിക് സംഭവമായിട്ട് പാകിസ്ഥാൻ മാറുന്നു. അമേരിക്കൻ ലോ മേക്കേഴ്സ്, അമേരിക്കൻ ഒപ്പീനിയൻ മേക്കേഴ്സ് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന സാധനങ്ങൾ നിങ്ങൾ വായിച്ചു നോക്ക്, പെട്ടെന്ന് പാകിസ്ഥാൻ ഹൈലൈറ്റ് ചെയ്ത് വരുന്നു. അത് വലിയ നാണക്കേട് തന്നെയാണ് നമുക്കുണ്ടായേക്കുന്നത്. നമ്മുടെ ശത്രു രാജ്യമാണ് അയൽ രാജ്യം. അതേപോലെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു മറ്റൊരു കാര്യം. കാരണം ഇന്ത്യയിലെ ഏവിയേഷൻ, കാരണം ഈ പാകിസ്ഥാനുമായിട്ടുള്ള ഇഷ്യൂവിൽ പാകിസ്ഥാൻ സ്കൈ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ബാക്ക് ഡോർ ടോക്സ് പാകിസ്ഥാനുമായിട്ട് 3ാമത്തെ റൗണ്ട് നടക്കുകയാണ്. ദോഹയിൽ നടന്നു, ഒന്ന് അബുദാബിയിൽ നടന്നു, ഒന്ന് UK നടന്നു. അവിടെയുള്ള പല റിട്ടയർ ആയിട്ടുള്ള ഡിപ്ലോമാറ്റ്സുമായിട്ട്. കാരണം ഇന്ത്യൻ ഏവിയേഷൻ സെക്ടർ ഭയങ്കരമായ നഷ്ടത്തിലോട്ട് പോവുകയാണ്. കാരണം പാകിസ്ഥാൻ അല്ലാതെ ഇങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഈ ഏവിയേഷൻ സെക്ടർ മുഴുവനും നഷ്ടത്തിലാകുകയാണ്. കാരണം അങ്ങനൊരു നഷ്ടം വേറൊരു ഭാഗത്ത് വരുന്നു. കാരണം ഇന്ത്യൻ ഏവിയേഷൻ ഗ്രോ ചെയ്യുന്ന സംഭവമാണ്. ഇതൊരു റോഡ് ബ്ലോക്കായിട്ട് കിടക്കുകയാണ്. അതായത് ഗ്ലോബൽ ഡിപ്ലോമസിയിൽ ഇന്ത്യക്ക് വലിയ സെറ്റ് ബാക്ക് ഉണ്ടായി. മോദിയുടെ 3ാമത്തെ ടൈം ബംഗ്ലാദേശുമായിട്ട് ഇഷ്യൂ, നേപ്പാളുമായിട്ട് ഇഷ്യൂ, അപ്പുറത്ത് മോൾഡീവ്സുമായിട്ട് ഇഷ്യൂ. ആരുമായിട്ടാണ് ഇഷ്യൂ ഇല്ലാത്തത്? എല്ലാവരുമായിട്ട് ഇഷ്യൂ. അവസാനത്ത് പാച്ചപ്പും വർക്കും ഒക്കെ ചെയ്യാൻ തുടങ്ങി. അതായത് ഇന്ത്യ ഒരു ബിഗ് ബ്രദറിൻ്റെ റോള് തന്നെയാണ് ഇപ്പോഴും ഈ പറയുന്ന മേഖലയിൽ, നമ്മുടെ ഈ റീജിയൻ്റെ അകത്തുണ്ടായിരുന്നത്. അഹങ്കാരവും ഈ കൂടുതലുള്ള സംസാരവും ഈ വിശ്വഗുരു ശൈലിയൊക്കെ വന്നിട്ട് ഇത് മുഴുവനും അങ്ങ് തൊലച്ചു. ഈ മുസ്ലിം ഇഷ്യൂ തന്നെ വലിയ സംഭവമായി ഗ്ലോബലി. ഈ അറബ് രാജ്യങ്ങൾക്ക് വലിയ പ്രശ്നമായി. അല്ലെങ്കിൽ ഈ പാകിസ്ഥാൻ ഈ സൗദി അറേബ്യയുമായിട്ടൊരു മ്യൂച്വൽ എഗ്രിമെൻറ്റിൽ പോകുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കും, അത് ബേസിക്കലി അത് നമുക്കൊരു താക്കീത് തരികയാണ്. എന്താണ് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് വക്താവ് അതിനെപ്പറ്റി പറഞ്ഞത്? ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നു. ഇന്ത്യയുമായിട്ട് അറബ് രാജ്യങ്ങൾക്ക് മോദി നല്ല ബന്ധം ഉണ്ടാക്കിയെടുത്തത്. പക്ഷെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഈ സംഘപരിവാറിൻ്റെ ബജറാങ് ദളും ഈ കണ്ടിന്യൂസ് ആയിട്ട് മുസ്ലിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നു. അതൊരു ഗ്ലോബൽ ഇമേജ് ഇന്ത്യയെ ബാധിച്ചു. കാരണം ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമാണ്. അപ്പം ആ രീതിയിലൊക്കെ ഇൻ്റർനാഷണലി വളരെ മോശമായി മാറി. അതേപോലെ ക്രിസ്ത്യാനികളുടെ മേളിൽ അറ്റാക്ക്, അതേപോലെ സിഖുകാർക്കെതിരെയുള്ള സംഭവം, ഇതൊക്കെ സ്പെസിഫിക് ഓരോ ഏരിയയിലും. കാനഡയുമായിട്ടുള്ള ഇഷ്യൂ എന്തുവാ? ഈ സിഖ് ഇഷ്യൂ ആണ്. പിന്നീട് അത് പാച്ചപ്പ് ചെയ്യാൻ പോകുന്നു. മനസ്സിലാക്കുക, അതാണ് മോദിയുടെ ഒരു ഇമേജ്. ഇപ്പോൾ മോദിയുടെ പല മീറ്റിങ്ങുകൾ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ നടക്കുന്ന സമയത്ത് 1-2 മീറ്റിംഗ് ഞാനും കണ്ടിട്ടുണ്ട്. ആ ജനങ്ങളുടെ ആവേശവും ഇന്ത്യക്കാരുടെ ആവേശവും, സത്യം പറഞ്ഞാൽ ഇന്ത്യ ഒരു പ്രൈഡ് ടു ബി ആൻ ഇന്ത്യൻ. ഞാനും ഇത് കണ്ട് വലിയ ആവേശമായിരുന്നു.
കാരണം ഇന്ത്യക്കൊരു പുതിയ ദിശ മോദി ഉണ്ടാക്കി തന്നു. അത് വലിയ സംഭവം തന്നെയാണ്. ഒരു ഇന്ത്യക്കാരൻ്റെ പ്രൗഡും പ്രൈഡും എല്ലാം കൂടി ഒത്തുചേർന്ന രീതിയിൽ മോദി ഉണ്ടാക്കി തന്നു. അത് സത്യമാണ്. പിന്നീട് എവിടെയാണ് ഈ പിഴയ്ക്കുന്ന ഓരോ കാര്യങ്ങൾ? ഓവർ കോൺഫിഡൻസ്. ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. മോദി എന്ന് പറയുന്നൊരു ഗ്ലോബലായിട്ടൊരു നേതാവ് ഉയരുമ്പോൾ, അപ്പോൾ എത്രമാത്രം ഉയർച്ചയിലോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഗ്രൗണ്ട് റിയാലിറ്റി, ആരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ പോകുന്നത്. ഇതിന് മറ്റുള്ളവരെ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇന്ത്യക്കകത്തെ പ്രശ്നം തന്നെ എടുക്കാം. BJPക്ക് അകത്ത് വലിയ പ്രശ്നമാണ്. ഓൾറെഡി അതിൻ്റെ പ്രശ്നം ഭയങ്കരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ തോൽവിയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് പാർലമെന്റിൽ ഡിഫീറ്റും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ, തോറ്റ പ്രധാനമന്ത്രി അതൊരു വലിയ ഇഷ്യൂ തന്നെയാണ് ഇന്ത്യയിൽ. പിന്നെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അകത്ത് അതിനകത്ത് പിന്നീട് മോദി അവിടെ പ്രസംഗിക്കുമ്പോൾ, അതായത് ഈ ജോയിൻ്റ് ഈ സ്പെഷ്യൽ സെഷൻ കൊണ്ടുവന്നിട്ട് അവിടെ തോറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഇന്ത്യൻ പാർലമെൻറ്റിൽ മോദിക്ക് എങ്ങനെ തല ഉയർത്തി നിന്ന് പ്രസംഗിക്കാൻ സാധിക്കും? അതായത് തലയുള്ള മോദി തലയില്ലാത്ത മോദിയായി മാറി. ചിക്കൻലെസ് സ്റ്റേറ്റ് പോലെ ആയിപ്പോയി. കാരണം ഒരു കാരണവശാലും ഒരു പ്രധാനമന്ത്രി ഇതേപോലെ അബദ്ധം കാണിക്കത്തില്ല. അതേപോലുള്ള ബ്ലണ്ടർ അബദ്ധമാണ് മോദി കാട്ടിക്കൂട്ടിയത്. അത് ഇന്ത്യയുടെ ഇമേജ് ഗ്ലോബലി അത് വല്ലാത്ത രൂക്ഷമാക്കും. അതേപോലെ പ്രതിപക്ഷ പാർട്ടികളിലെ അറ്റാക്ക് ഡൊമസ്റ്റിക്കായിട്ട് നല്ല രീതിയിലുണ്ടാകും. മനസ്സിലാക്കുക, നല്ല രീതിയിൽ ഈ അറ്റാക്കിനെയൊക്കെ അതിജീവിക്കാൻ മോദിക്ക് കഴിയുമില്ലെന്നുള്ളതൊക്കെ വരാനുള്ള ദിവസം. കാരണം ഏതായാലും ഞാൻ വെയിറ്റ് ചെയ്യുന്ന 8:30 എന്തായിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയെ അഭിസംബോധന ചെയ്ത് പറയാൻ പോകുന്നത്. ചിലപ്പോൾ ഇതെല്ലാം കൂടെ വലിച്ചെറിഞ്ഞിട്ടങ്ങ് പോകും. ചിലപ്പോൾ രണ്ടും കേട്ട് ചിലപ്പോൾ ഒരു കാര്യം ചെയ്യും, ഒരു ഇലക്ഷൻ അങ്ങ് പ്രഖ്യാപിക്കും. ഇതൊന്നും നമുക്ക് തള്ളിക്കളയാനൊന്നും പറ്റത്തൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം പറയാം, കൃത്യമായിട്ട് പറയാം, ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കിട്ടിയതും BJPക്ക് കിട്ടിയതും ഈ പറയുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിന് ഇന്ത്യയിൽ കിട്ടിയൊരു അടിയുണ്ട്. അത് തലയ്ക്കുള്ള അടി തന്നെയാണ്. പ്രതിപക്ഷം ഇതേപോലെ ഒന്നടങ്കം ഒറ്റക്കെട്ടാവുമെന്ന് മോദിയും BJPയും ധരിച്ചില്ല. അവരുടെ കൂടെ നിൽക്കുന്ന പാർട്ടി അംഗങ്ങൾ പോലും അവരുടെ കൂടെ കീനായിട്ട് നിന്നില്ല. ഇതൊക്കെയാണ് തരുന്ന മോദിക്ക് കിട്ടിയ ഏറ്റവും വലിയ ക്ലാസിക് പാഠം. അതായത് എപ്പിക്കായിട്ട് പറയുകയാണെങ്കിൽ, മോദി എന്ന് പറയുന്ന മനുഷ്യൻ ഇന്നലെ ഇന്ത്യൻ പാർലമെൻറ്റിൽ തോറ്റോടി എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം.